അങ്ങനെ 6.5 മാസത്തെ കപ്പൽവാസം കഴിഞ്ഞ് ഞാനിതാ വീട്ടിലെത്തി. ഞാൻ കപ്പലിലുള്ളപ്പോൾ തന്നെ നാട്ടിൽ വന്നിട്ട് ചെയ്യണം എന്ന് വിചാരിച്ചൊരു കാര്യമാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. യെസ്, അതെ, ഞാനൊന്ന് ബിരിയാണി കഴിക്കാൻ പോവാ. നമ്മുടെ നല്ലൊരു കോഴിക്കോടൻ ബിരിയാണി കഴിക്കണമെന്ന് ഞാൻ കപ്പലിലുള്ളപ്പോൾ തന്നെ വിചാരിച്ച് കുറേ കൊതിച്ച കാര്യമാണ്. അങ്ങനെ ഞാനും അമ്മേനെയും വൈഫിനെയും മക്കളെയൊക്കെ കൂട്ടി കുറ്റിച്ചിറ ബിരിയാണി സെൻറ്ററിൽ പോയി. അവിടുന്ന് എല്ലാവർക്കും ബിരിയാണി ഓർഡർ ചെയ്തു. കാശി ഞാൻ വന്നത് പ്രമാണിച്ച് ഇന്ന് സ്കൂൾ ലീവാണ്. അങ്ങനെ ആ പ്ലേറ്റിലേക്ക് നമ്മുടെ ബിരിയാണി തട്ടി. ബിരിയാണി എന്താണെന്നറിയില്ല, ഒരു ഏവറേജ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. സാധാരണ നമ്മുടെ KBCത്തെ ബിരിയാണി നല്ല ടേസ്റ്റ് ഉണ്ടാവാറുണ്ട്. ഇന്നെന്ത് പറ്റിയെന്ന് അറിയില്ല. അത് കഴിഞ്ഞ് അവിടെ നേരെ ഞങ്ങൾ ലുലു മാളിലേക്ക് പോയി. ഞാൻ കപ്പലിലുള്ളപ്പോഴാണ് ഇതിൻ്റെ ഇനോഗ്രേഷൻ കഴിഞ്ഞത്. അപ്പം ഒന്ന് പോയി ചെറിയ പർച്ചേസിംഗ് ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ ഫസ്റ്റ് തന്നെ പോയത് ലുലു ഫാഷൻ സ്റ്റോറാണ്. അവിടുന്ന് അധികം വാങ്ങാനില്ലായിരുന്നു, കുറച്ച് ഷോപ്പിങ്ങേ നടത്തിയുള്ളൂ. കാശിക്ക് 2 ഷൂ, കേതുവിനും 2 ഷൂ വാങ്ങി. അതാണ് അവിടുന്ന് മെയിനായിട്ട് വാങ്ങിയത്. പിന്നെ അമ്മയ്ക്കൊരു വാച്ചും. കാശി ആൻഡ് കേതു ഈസ് ഹാപ്പി. കേതു അതിനിടയിൽ അവിടുത്തെ ഒരു സെയിൽസ്മാനെ കയ്യിലെടുത്ത്. ഫാഷൻ സ്റ്റോറിൽ എന്തൊക്കെ കിട്ടും എന്നുള്ളത് നിങ്ങൾക്ക് അറിയാലോ. ചിലപ്പോൾ ലുലു മോളിൽ വന്ന് വ്ളോഗ് ചെയ്യുന്ന അവസാന വ്യക്തി ഞാനായിരിക്കും. അങ്ങനെ കേതു അതാ അവൻ്റെ പുതിയ ക്രോക്സ് ഇട്ട് നടത്താൻ തുടങ്ങി. പിടിച്ചാൽ കിട്ടണ്ട, പിന്നെ ഓടി നടക്കുകയായിരുന്നു. പിന്നെ ഞാനിതാ ഈ ഇബാദി പെർഫ്യൂംസിന് കുറച്ച് 2-3 പെർഫ്യൂംസ് വാങ്ങി. അവരവിടുന്ന് തന്നെ മിക്സ് ചെയ്ത് തരുന്ന പെർഫ്യൂംസാണ്. അവരുടെ പ്രസൻറ്റേഷനും കാര്യങ്ങളൊക്കെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അല്ലെങ്കിലും ഒരു ബിസിനസ് വിജയിക്കണമെങ്കിൽ അവിടുത്തെ സെയിൽസ്മാൻ നന്നായി പെരുമാറണം. അതിൽ ഇബാദി പെർഫ്യൂംസ് വിജയിച്ച്, അതാണ് എൻ്റെ അഭിപ്രായം. അവർ അവിടുന്ന് എനിക്ക് അടിക്കേണ്ട രീതികളും മറ്റും കാര്യങ്ങളൊക്കെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞ് കാശിക്ക് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞു. ഐസ്ക്രീം കഴിച്ച്, അമ്മയും കഴിച്ച്, കുറച്ച് കേതുവിനും കൊടുത്തു. അങ്ങനെ അവിടുന്ന് ഞങ്ങൾ പിന്നെ ഹൈപ്പർ മാർക്കറ്റിലേക്ക് പോയി. ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് കുറച്ച് വീട്ടു സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു. ഇതൊരു സീഫെയറെ സംബന്ധിച്ചിടത്തോളം ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡേ ആണിത്. മനസ്സൊക്കെ ഒന്ന് റീഫ്രഷ് ചെയ്യാനും ഫാമിലീനെ സന്തോഷിപ്പിക്കാനുള്ള ഒരു ദിവസം. ഇങ്ങനെയാണ് ഞാൻ എൻ്റെ ഡേ ആഫ്റ്റർ സൈൻ ഓഫ് സ്പെൻഡ് ചെയ്തത്. സോ ഇനി അടുത്ത വീഡിയോയിൽ കാണാം.